45 ദിവസം നീണ്ട പരസ്യ പ്രചരണം, അതല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള പൊതുയോഗങ്ങൾ പ്രചരണം, അതിനുശേഷം ഇന്നൊരു ദിവസമാണ് നിശബ്ദ പ്രചരണത്തിനുള്ളത്. ആ നിശബ്ദ പ്രചരണം പരമാവധി വീടുകൾ കയറി വോട്ടുകൾ തങ്ങളുടെ പക്കലാക്കുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസ്ഥാനത്ത് ചർച്ചയായിട്ടുള്ള വിവാദങ്ങൾ നമ്മൾ കേട്ടതാണ്. ഡീൽ വിവാദം, അതേപോലെ വയനാട് ദുരിതാശ്വാസ നിധി അല്ലെങ്കിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പലതരത്തിൽ ഉയർന്നു കേട്ടിട്ടുള്ള വിവാദങ്ങൾ, ഏറ്റവും ഒടുവിൽ SDPIയുമായിട്ടുള്ള പിന്തുണ, അതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നലെ, അതായത് അവസാന ലാപ്പിൽ 2 സംസ്ഥാന മുഖ്യമന്ത്രിമാർ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നതടക്കം, വാക്കുകൾ കൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ചടുലമായിരുന്നു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ കളം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന് 3 മുന്നണികൾക്കും അറിയാം. LDFനെ സംബന്ധിച്ച് അവർക്ക് 3ാം സർക്കാർ എന്നുള്ള കാര്യത്തിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഭരണ നേട്ടവും വികസന കാര്യങ്ങളും അനുകൂലമായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് LDFനെ സംബന്ധിച്ചിട്ടുള്ളത്. UDFനെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്നുള്ള പ്രതീതി അവർ ഇതിനോടകം തന്നെ രാഷ്ട്രീയ ചർച്ചയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനോടകം അവർ ഉയർത്തിക്കാട്ടിയിട്ടുള്ള പല ആരോപണങ്ങളുമുണ്ട്. അതടക്കം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുമെന്നുള്ളതാണ് UDF പറയുന്നത്. NDA സംബന്ധിച്ച് നേമവും വട്ടിയൂർക്കാവും മഞ്ചേശ്വരവും കഴക്കൂട്ടവും അതേപോലെ തന്നെ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഒന്നാമതെത്താനും മറ്റു ചില സ്ഥലങ്ങളിൽ രണ്ടാമതെത്താനും ശേഷിയുള്ള നീക്കം ഇത്തവണ നടത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ കൊട്ടിക്കലാശത്തിലടക്കം നമ്മൾ 3 മുന്നണികളുടെയും ശക്തി പ്രകടനം കണ്ടതാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി പല സ്ഥലങ്ങളിലും NDA ക്യാമ്പ് കൊട്ടിക്കലാശ വേദിയിൽ അവരുടെ ആവേശം ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ എല്ലാ തരത്തിലും പ്രത്യേകതയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. നാളെയാണ് എങ്ങനെയാണ് കേരളം മാറേണ്ടത്, അല്ലെങ്കിൽ ആരായിരിക്കും കേരളം ഇനി ഭരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾ വിധിയെഴുതുക. ആ ജനങ്ങൾ വിധിയെഴുതുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. SKN.